press the bell icon on the YouTube app and never miss another update. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ന്യൂ ഇയർ വിഷയം മറന്നുപോയെന്ന്. സോ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ വിഷ് ചെയ്തേക്കാം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഗ്രോത്ത് ജേർണിയെ പറ്റിയുള്ള വീഡിയോ ആണ്. ഞാൻ മുടി നേരത്തെ മുതലേ എങ്ങനെയാണോ അതോ ഇപ്പൊ എങ്ങനെയായിരുന്നു പല ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ മുതൽ കൊച്ചുനാൾ മുതൽ നല്ല ലെങ്ത് ഉള്ള ഹെയർ ആയിരുന്നു. സോ ഞാൻ വിചാരിച്ചു കുറച്ച് പിക്ചേഴ്സിലൂടെ ഞാൻ കാണിച്ചു തരാം ഓവർ ദ ഇയേഴ്സ് എങ്ങനെയാണ് മുടി എന്നതിൽ ഇംപ്രൂവ്മെന്റ് എങ്ങനെ വന്നു, തിക്നെസ് എങ്ങനെ വന്നു, അത് അല്ലെങ്കിൽ ലെങ്ത് ഒക്കെ എങ്ങനെ വന്നു എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ്. സോ ഞാൻ ഈ ഹെയർ ഗ്രോത്ത് ജേർണി കാണിക്കുന്ന അകത്ത് ഈ പിക്ചർ ബൈ പിക്ചർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ഫോട്ടോയിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സ്ക്രീനിൽ ഒരു ഫോട്ടോ ഇട്ടേക്കാം, സെയിം നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ. ഈ സ്റ്റൈൽ ഹെയർ കട്ട് ആയിരുന്നു എന്റെ ഓൾമോസ്റ്റ് ഒരു 7th ക്ലാസ് വരെ. 7th എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആ ഇത് തന്നെയായിരുന്നു. പിന്നെ 6th 7th വരെ. 7th ഞാൻ ഇച്ചിരി ചെറുതാക്കിയായിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി ബോയ് കട്ട് പോലെ ഞാൻ ആക്കിയായിരുന്നു ഹെയർ എന്റെ ഒരു ഇതിലൂടെ ഷോർട്ട് ആയിരുന്നു. സോ അന്നേരം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ എനിക്ക് കൊച്ചുനാൾ അത്ര ലെങ്ത് ഉള്ള മുടിയൊന്നും ഇല്ലായിരുന്നു. ഒരു 7th വരെ ഞാൻ ഈ ലെങ്ത് തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നാണ് ഞാൻ ഈ 8th ഒക്കെ ആയപ്പോഴത്തേക്കാണ് എനിക്ക് മുടിയിൽ ഇച്ചിരി ലെങ്ത് വന്ന് തുടങ്ങിയത്. കുറച്ച് കെയർ ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് അത്യാവശ്യം അതിന് മുമ്പേ ഞാൻ അങ്ങനെ കെയർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ നേരത്തെ എന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ Q&Aയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അധികം ഞാൻ കെയർ ചെയ്തില്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഒരു 8th ഒക്കെ ആയപ്പോഴത്തേക്കും മുടി ലെങ്ത് വെക്കാൻ തുടങ്ങി. ലെങ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അധികം തിക്നെസ് ഒന്നും ഇല്ല. ഇങ്ങനെ കമ്പ് പോലെ ഇങ്ങനെ നീണ്ടിങ്ങനെ കിടക്കും. എപ്പോഴും എണ്ണ തേച്ച് ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു ആ സമയത്തൊക്കെ. സോ ഞാൻ ഷാമ്പൂ ഓൾമോസ്റ്റ് 1 year ഒക്കെ ഞാൻ ഷാമ്പൂ അങ്ങനെ ഉപയോഗിക്കത്തില്ലായിരുന്നു. ചെറുതായിട്ട് ഇടയ്ക്കും കാണും. ഇതിൽ നമ്മൾ അല്ലാത്ത നാച്ചുറൽ ഉള്ള സാധനങ്ങൾ വെച്ച് ക്ലീൻ ചെയ്യത്തേ ഉള്ളായിരുന്നു. ആ സമയത്ത് ഫോട്ടോസ് എൻ്റെ കയ്യിലില്ല. ആ സമയത്ത് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഓൾമോസ്റ്റ് 8th to 12th ഒരു 12th നമ്മൾ 12th പഠിക്കുമല്ലോ ആ സമയത്തുള്ള ഒരു ഫോട്ടോ ആണ് ഞാൻ അവിടെ സ്ക്രീനിൽ അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം മുടി ഉണ്ടായിരുന്നെന്ന്. എനിക്ക് ഒരു നീ ലെങ്ത് വരെ ഇല്ല, അത്യാവശ്യം ഇവിടം വരെ നമ്മുടെ നീടെ അടുത്ത് വരുന്ന ഒരു ഏകദേശം ലെങ്തേ ഉള്ളായിരുന്നു ആ സമയത്ത്. ആ ഫോട്ടോന്റെ അകത്ത് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് ഫെയർവെൽ ടൈമിലൊരു ഫോട്ടോ ആണ്. ഞാൻ സാരി എടുത്തൊരു ഫോട്ടോ ആണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഒത്തിരി മുട്ട അറിയാലോ ആയിരിക്കും. പക്ഷെ അല്ല, അതിന്റെ ഫെയർവെൽ സമയത്ത് 12th എടുത്തൊരു ഫോട്ടോ ആണ്. അതിന് അത്യാവശ്യം ഈ നീ ലെങ്ത് വരെ എത്തത്തില്ല, ഏകദേശം ആ ലെങ്ത് വരെയുള്ള ഫോട്ടോ ആണ്. സോ ആ സമയത്ത് എനിക്ക് തിക്നെസ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ വരുവാണെങ്കിൽ അത് 12th ഒക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിലൊക്കെ പഠിച്ചു തുടങ്ങിയ സമയത്തുള്ള ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. അത് കാണുവാണെങ്കിൽ നിങ്ങൾക്കറിയാം കുറച്ച് തിക്നെസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഫോട്ടോസിൽ കുറച്ച് മുടിക്ക് ഇച്ചിരി വോളിയം ആയിട്ടൊക്കെ വരുന്നുണ്ട്. അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ 15 ഏജ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹെയറിൽ കെയർ ഒക്കെ ചെയ്തു തുടങ്ങിയത്. സോ അതിന്റെ ചെറുതായിട്ട് ഇംപ്രൂവ്മെന്റ് ഇങ്ങനെ വന്ന് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് തിക്നെസ് ഒക്കെ വരാൻ തുടങ്ങി. ആ ഫോട്ടോസിൽ കുറച്ചൊക്കെ നമുക്ക് ഐഡിയ കിട്ടും ആ തിക്നെസ്. പക്ഷെ എന്നിട്ടും എനിക്ക് ലെങ്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതുക്കെയാണ് മുടിയിൽ ഇംപ്രൂവ്മെന്റ് ആയിട്ട് തിക്നെസ്സും അതുപോലെ തന്നെ ലെങ്ത്തും വന്നു തുടങ്ങിയത്. ഇനി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫോട്ടോസ് എന്റെ ഗ്രാജുവേഷൻ ടൈമിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ കോളേജ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ആവുമല്ലോ ആ സമയത്തുള്ള കുറച്ച് ഫോട്ടോസ് ആണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഫോട്ടോസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്യാവശ്യം ലെങ്ത് വന്ന് തുടങ്ങിയ ഒരു ടൈം പീരീഡ് ആയിരുന്നു. പക്ഷെ ഈ സമയത്ത് ഹെയറിൽ ഭയങ്കരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഡാൻഡ്രഫ് ഇഷ്യൂസ് എനിക്ക് കൂടുതലായിട്ട് ഉണ്ടായ ഒരു ടൈം പീരീഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് അത്യാവശ്യം നമ്മൾ വെളിയിലോട്ടൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ കൂടുതലും വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഹെയർ ആയിട്ടുള്ള ഇഷ്യൂസ് കൂടുതലായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഡെയിലി അപ് ഡൗൺ ഒക്കെ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് മുടിയിൽ പ്രശ്നങ്ങൾ വരുന്നത്. പൊല്യൂഷനും പിന്നെ ഡേർട്ട് ഒക്കെ അക്യൂമുലേറ്റ് ആയി കഴിയുമ്പോൾ. അന്നേരം ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് ആയിരുന്നു. ആ ഡാൻഡ്രഫ് വന്ന് എന്റെ മുടി നല്ലോണം കൊഴിഞ്ഞു തുടങ്ങിയ ഒരു ടൈം പീരീഡ് ആയിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡാൻഡ്രഫ് എങ്ങനെയും മാറ്റണമല്ലോ. ആദ്യം തന്നെ എന്റെ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരുന്നു. ഈ ഡ്രൈനെസ് കാരണം സ്കാൽപ്പിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് കൂടാനുള്ള ടെൻഡൻസി ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ആ ടെൻഡൻസി കൂടുതലുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്തു, കൂടുതലും DIYs ആണ് ട്രൈ ചെയ്തത്. കെമിക്കൽ അങ്ങോട്ട് ഞാൻ ഷാമ്പൂ ഒക്കെ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരുപാട് ഷാമ്പൂ ട്രൈ ചെയ്തു. പക്ഷെ അങ്ങോട്ട് ഫസ്റ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ വ്യത്യാസം വരും. പിന്നെ പിറ്റേ ദിവസം പിന്നെയും നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് ഡാൻഡ്രഫ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ കുറച്ച് DIYs ട്രൈ ചെയ്യാൻ തുടങ്ങിയ സമയത്ത്. പക്ഷെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അധികം ഒന്നും എക്സ്പെരിമെന്റ് ചെയ്തില്ല, കുറച്ചൊക്കെ ഞാൻ ചെയ്തു നോക്കി. ആ സമയത്തൊക്കെ നമുക്കൊരു പേടി കാണുമല്ലോ, ഉള്ളതൂടെ പോകുമെന്നുള്ള. അതുകൊണ്ട് ഞാൻ കൂടുതലും കേട് പിന്നെ കുറച്ച് നാരങ്ങയൊക്കെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചുള്ള നാച്ചുറൽ DIYs, എഗ്ഗ് കൊണ്ടുള്ള കുറച്ച് പാക്കുകളൊക്കെ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. അതൊക്കെ എനിക്ക് നല്ലോണം ബെനിഫിഷ്യൽ ആയിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്തു നോക്കിയപ്പം. അതൊക്കെ ഞാൻ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നേരത്തെ വീഡിയോസ് എന്റെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ കുറച്ച് ഡാൻഡ്രഫിനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഡാൻഡ്രഫ് വീഡിയോസ് എനിക്ക് ചെക്ക് ചെയ്ത് അറിയാം. എസ്പെഷ്യലി ഈ കേടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഹെയറിന്റെ സ്പെഷ്യലി നമ്മുടെ സ്കാൽപ്പ് വൃത്തിയൊക്കെ വളരെ നല്ലതാണ്. സ്കാൽപ്പ് വൃത്തിയാവുകയും ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഡാൻഡ്രഫ് സ്കാൽപ്പ് വൃത്തിയായ ഓട്ടോമാറ്റിക്
ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡാൻഡ്രഫിൽ നല്ല വ്യത്യാസം വരും. സോ അങ്ങനെ ഞാൻ ആ സമയത്ത് DIY ഒക്കെ ഉപയോഗിച്ച് ഡാൻഡ്രഫ് കുറച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഡാൻഡ്രഫിന് ഇഷ്യൂ വരാറുണ്ട്. ടു ബി ഓണസ്റ്റ് എനിക്ക് ഇഷ്യൂ വരാറുണ്ട്. സ്പെഷ്യൽ ക്ലൈമറ്റിൽ ചേഞ്ചസ് വരത്തില്ല. നമുക്ക് തണുപ്പ് വരാവുന്ന സമയത്തെല്ലാം എനിക്ക് ഡാൻഡ്രഫിന്റെ ഒരു ഇഷ്യൂ വരാറുണ്ട്. സോ അതിനെല്ലാം ഞാൻ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള പാക്സ് ആണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സ്കാൽപ്പിന് ഏറ്റവും നല്ലത് അതാണ്. നമുക്ക് അധികം സൈഡ് എഫക്ട്സ് ഒന്നും വരത്തില്ല ലോങ് റണ്ണിലോട്ട് നോക്കുവാണെങ്കിൽ. അപ്പൊ ഈ കാണിച്ച ഫോട്ടോസ് എല്ലാം ഒരു 2011 to 15 ഇടയ്ക്കുള്ള ഫോട്ടോസ് ആണ് ഞാൻ ഈ കാണിച്ചത് മൊത്തം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ആഫ്റ്റർ 2015 എന്റെ എൻഗേജ്മെന്റ്. ആ സമയത്തുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അന്നേരം എന്റെ മുടി അത്യാവശ്യം നീളമായി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ മുടിയിൽ ഒരു ഹെയർ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം എന്റെ ലൈഫിൽ ഞാൻ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുന്ന ഒരു സമയം 2015. അതെന്റെ ആദ്യത്തെയും അവസാനത്തെയും സ്ട്രെയിറ്റനിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്ട്രെയിറ്റൻ ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു സ്ട്രെയിറ്റനേക്കാട്ടും നല്ല എന്നെ നാച്ചുറലി ഇങ്ങനെയുള്ള മുടിയാണ് നല്ലതെന്ന് പറഞ്ഞു. കാരണം ഞാൻ പിന്നെ അധികം എക്സ്പെരിമെന്റ് അങ്ങനെ ചെയ്തില്ല. ആ സമയത്തെ ഫോട്ടോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. കൂടുതൽ ഫോട്ടോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്റെ ഉണ്ടായിരുന്നു നല്ല ഫോട്ടോസ്. പക്ഷെ ഇപ്പം നോക്കിയപ്പോ എന്റെ ഫോണിലും അവിടെ ഇവിടെ ഫോൾഡറിലൊക്കെ നോക്കിയപ്പോൾ കിട്ടിയില്ല. കൂടുതലും നാട്ടിൽ തന്നെ ആ ഫോട്ടോസ് എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഉള്ള ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എന്റെ മുടി അത്യാവശ്യം ലെങ്ത് വന്നു തുടങ്ങിയത്. സ്ട്രെയിറ്റൻ ചെയ്ത കാരണം നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്കറിയില്ല ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പം ഈ ഷോൾഡർ ലെങ്ത് ഹെയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാൻ നേരം നമുക്ക് ഇച്ചിരൂടെ 4 to 5 inches നീളമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതലായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് സ്ട്രെയിറ്റൻ ചെയ്യാൻ നേരം. എസ്പെഷ്യലി വേവി കേർലി ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും സ്ട്രെയിറ്റൻ ചെയ്ത് കഴിയുമ്പോൾ. സോ ആ ഫോട്ടോസ് എല്ലാം കുറച്ച് ലെങ്ത് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ആക്ച്വലി എന്റെ മുടി നാച്ചുറലി നോക്കുവാണെങ്കിൽ പഴയ ആക്ച്വൽ സ്ട്രക്ചർ വെച്ച് അത്രയും ലെങ്ത് ഇല്ലായിരുന്ന സമയത്ത് സ്ട്രെയിറ്റൻ ചെയ്ത കാരണം ആ സമയത്ത് അങ്ങനെ തോന്നുന്നത്. 2015 ശേഷമാണ് ഞാൻ എന്റെ അത്യാവശ്യം കെയർ ഒക്കെ ചെയ്ത് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയത്. ഇപ്പൊ സ്ക്രീനിൽ വരുന്ന ഈ ഫോട്ടോസ് എല്ലാം 2016 മുതലുള്ള ഫോട്ടോസ് ആണ്. 2016 മുതൽ ഞാൻ ദുബായിൽ വന്നായിരുന്നു. ആഫ്റ്റർ മാരേജ് ഞാൻ ദുബായിൽ വന്നു കഴിഞ്ഞുള്ള ഫോട്ടോസ് ആണ്. ഇതിലൊക്കെ അത്യാവശ്യം നീളമുള്ള മുടി ഉണ്ടെന്ന് ഫോട്ടോസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ആ സമയത്ത് എന്റെ മുടി അത്യാവശ്യം നീളം വെച്ച് തുടങ്ങിയായിരുന്നു. നല്ലോണം നീളം ഞാൻ പറഞ്ഞല്ലോ ആഫ്റ്റർ 2015 ഞാൻ മുടിയുടെ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. കണ്ടിന്യൂ ചെയ്യാവുന്ന എനിക്ക് എന്താ വെച്ചാൽ മുടി ഇച്ചിരി നീളം വെക്കണം എന്നുള്ള ഇതില്. സോ ആ 2016 മുതൽ ആ ലെങ്ത് വെച്ച് അത്യാവശ്യം ലെങ്ത് ആയായിരുന്നു. പിന്നെ ഞാൻ ഈ ദുബായി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വെള്ളം കാരണം എനിക്ക് കുറച്ച് ഇനീഷ്യലി ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ചൊക്കെ കുഴിയില് നല്ലോണം നടക്കുന്നു. നമ്മൾ പെട്ടെന്ന് വെള്ളം മാറിയത് കാരണം ഇവിടുത്തെ വെള്ളത്തിൽ ഇച്ചിരി അയൺ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് മുടി പെട്ടെന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവാൻ സമയം എടുക്കും. ആ സമയത്ത് എനിക്ക് നല്ലോണം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഡാൻഡ്രഫിന്റെ ഇഷ്യൂ കൂടിയായിരുന്നു. അന്നേരം അതുപോലെ തന്നെ ബാക്ക് ഡാൻഡ്രഫിന്റെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ നേരത്തെ ചെയ്ത പോലെ കുറച്ച് പാക്കൊക്കെ ട്രൈ ചെയ്തു. പിന്നെ കഞ്ഞോളമൊക്കെ ഞാൻ ഇവിടെ വന്നാണ് ട്രൈ ചെയ്ത് കൂടുതലാക്കിയത്. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് എനിക്ക് ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹാർഡ് വാട്ടറിന് വേണ്ടി ഞാൻ കൂടുതലും പൈപ്പിൽ വരുന്ന വെള്ളം അവോയ്ഡ് ചെയ്ത് അല്ലാത്ത വെള്ളം യൂസ് ചെയ്യുമായിരുന്നു സ്കാൽപ്പ് കഴുകുന്ന ദിവസങ്ങളിൽ. എന്നിട്ട് ഫ്രീക്വൻസിയും കുറച്ചു തുടങ്ങിയായിരുന്നു. ഞാൻ തല കഴുകുന്ന ഫ്രീക്വൻസി ഡെയിലി കഴുകാതെ ആഴ്ചയിൽ 2 to 3 times മാക്സിമം ഒക്കെ ഞാൻ കഴുകത്തുള്ളായിരുന്നു. ഇനി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന ഫോട്ടോസ് വെച്ചാൽ റീസെന്റ് ഉള്ള ഫോട്ടോസ് ആണ്. കഴിഞ്ഞ 1 to 2 yearsനൊക്കെ ഉള്ളത്. ഇപ്പൊ കറന്റ്ലി എന്റെ മുടിക്ക് എത്ര ലെങ്ത് ഉണ്ട്, എത്രമാത്രം തിക്നെസ് ഉണ്ടെന്നുള്ളത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നേരത്തെ മുടിയിലും ഇപ്പോഴത്തെ മുടിയിലും എത്ര വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. ഒരു കാര്യം ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ മുടി വെളിയിലൊക്കെ ട്രാവൽ ചെയ്യാൻ മാക്സിമം എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കൂടുതലും മുടി കെട്ടി ഒന്നി ബണ്ണാക്കി വെക്കണം, അല്ലെങ്കിൽ ബ്രെയ്ഡ് ചെയ്യുക. ബ്രെയ്ഡ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബണ്ണാക്കി നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ നോട്ട് നമ്മൾ കെട്ടുമല്ലോ, ആ സ്റ്റൈലിലൊക്കെ കൂടുതലും ട്രാവൽ ചെയ്യാൻ വെളിയിലോട്ടൊക്കെ പോകാൻ നേരം നമ്മൾ പാർട്ടിയിലും ഫംഗ്ഷൻസിലൊക്കെ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. കൂടുതലും ട്രാവലൊക്കെ ചെയ്യാൻ നേരം എത്രമാത്രം മുടിയും നമ്മൾ കെട്ടി വെച്ചിട്ട് പോകാം അത്രയും ഡാമേജ് കുറഞ്ഞിരിക്കും. അത്രമാത്രം മുടി പൊട്ടുന്നതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഈ പൊട്ടുമ്പോഴാണ് നമ്മുടെ ലെങ്ത് അണീവൻ ആയിട്ട് വരുന്നത്, കുറച്ച് മേലും കുറച്ച് താഴെയൊക്കെ ആയിട്ട്. സോ ഞാൻ എൻ്റെ ഒരു കോളേജ് ടൈം മുതലേ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈലിൽ വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ പോകുന്നതിനും ബ്രെയ്ഡഡ് ആയിട്ടായിരിക്കും വൺസ് ഫുൾ ബ്രെയ്ഡ് ചെയ്യുന്നത്. ഞാൻ എന്റെ വീഡിയോസിൽ ഞാൻ കുറച്ച് ബ്രെയ്ഡ് ട്യൂട്ടോറിയൽസ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഞാൻ ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യുന്നത്. കൂടുതലും ഞാൻ നമ്മുടെ നോർമലി ഉള്ള പിന്നലുണ്ടല്ലോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് ബോറിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ അത് ഇവൻച്വലി നമുക്ക് ബെനിഫിറ്റേ തരത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ വോള്യൂം മെയിൻറ്റെയിൻ ചെയ്യാനും വെച്ചാൽ പൊട്ടൽ നമ്മുടെ കുറയ്ക്കും. എപ്പോഴും നമുക്ക് കുറച്ച് സേഫ് ആയിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ മുടി അധികം ബ്രേക്കേജ് വരാത്ത രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. സ്പെഷ്യലി നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യാൻ നേരം അതായത് എനിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയത് എന്റെ ഹെയർ ഗ്രോത്ത് ജേർണിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതായിരുന്നു എന്റെ ഹെയർ ഗ്രോത്ത് ജേർണി. ഈ പിക്ചേഴ്സിലൂടെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടി കാണും എന്റെ മുടിയിൽ എപ്പോഴൊക്കെയാണ് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇറ്റ്സ് മീ നൈന സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.